ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. നാടിന്റെ സമഗ്ര വികസനത്തിന് ഭരണനിർവഹണത്തിൽ വേഗത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മേഖലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് മേഖലയിലെ ഉപ്പുവെള്ളം കയറിയ പാടശേഖരങ്ങളിൽ നിന്നുമുള്ള നെല്ല് സർക്കാർ നേരിട്ട് സംഭരിക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് നെല്ലിന്റെ ഗുണനിലവാരത്തിൽ കുറവുണ്ടായതിനാൽ സപ്ലൈകോയുമായി സംഭരണത്തിന് കരാറുള്ള മില്ലുകൾ നെല്ലെടുക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഇതിനായി 3 കോടി രൂപ പ്രത്യേക പാക്കേജായി അനുവദിച്ചതായും ശ്രീ പി പ്രസാദ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതിക്ക് 351 കോടി രൂപയുടെ ഭരണാനുമതി നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് ഉൾപ്പെടെയാണിത്. ശബരിമല ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതിക്ക് വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും അനുബന്ധ ജോലികൾക്കുമായി 4.366 കോടി രൂപ കൺസൾട്ടൻസി ഫീസായി നിശ്ചയിച്ച നടപടി മന്ത്രിസഭ വ്യവസ്ഥകളോടെ അംഗീകരിച്ചു. വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് മുതിർന്ന സിപിഐഎം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരന്റെ മൊഴിയെടുത്തു. അമ്പലപ്പുഴ തഹസിൽദാർ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ജില്ലാ കളക്ടറാണ് വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. പ്രസംഗത്തിനിടെ ജി സുധാകരൻ നടത്തിയ വെളിപ്പെടുത്തലിൽ കേസെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് എല്ലാ ജില്ലകളിലും ഇന്ന് അരിയർ റിക്കവറി ഡ്രൈവുകൾ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി 35ഓളം സ്ഥാപനങ്ങളിൽ നിന്നും നികുതി കുടിശ്ശിക പിരിച്ചെടുത്തു. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കേസിൽ ബെയ്ലിൻ ദാസ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. കേരളത്തിൽ നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിനെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ചെന്നൈ സിഐഎസ്എഫ് ദക്ഷിണ മേഖല ഡിഐജി ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഡിഐജി അറിയിച്ചു. മലപ്പുറം കാളികാവിൽ കടുവ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം. സ്ഥലത്തെത്തിയ നിലമ്പൂർ സൌത്ത് ഡിഎഫ്ഒയെ നാട്ടുകാർ തടഞ്ഞു. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് അടിയന്തര സഹായമായി സർക്കാർ 5 ലക്ഷം രൂപ നൽകുമെന്ന് ഡിഎഫ്ഒ അറിയിച്ചു. കൊടും ഭീകരൻ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട മുംബൈ ഭീകരാക്രമണ കേസിന്റെ വിചാരണയ്ക്കായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നയിക്കുന്ന അഭിഭാഷക സംഘത്തെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു, മുതിർന്ന അഭിഭാഷകൻ ദയാൽ കൃഷ്ണൻ, നരേന്ദ്രമൻ തുടങ്ങിയവരാണ് സംഘത്തിലെ മറ്റ് അംഗങ്ങൾ. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഈ മാസം 20-ന് നടക്കാനിരുന്ന ദേശീയ പണിമുടക്ക് ജൂലൈ 9-ലേക്ക് മാറ്റിവച്ചു. ഇന്ന് ചേർന്ന അഖിലേന്ത്യാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. എഴുത്തിലും ചർച്ചകളിലും ജനാധിപത്യം ഉയർത്തിപ്പിടിച്ച ചരിത്രകാരനായിരുന്നു ഡോക്ടർ എംജിഎസ് നാരായണനെന്ന് സോഷ്യോ എക്കണോമിക് ആന്റ് എംപവർമെന്റ് സ്റ്റഡീസ് ചെയർമാൻ പി.കെ. മൈക്കൽ തരകൻ. അന്തരിച്ച പ്രമുഖ ചരിത്രകാരൻ എംജിഎസ് നാരായണനെക്കുറിച്ച് കോഴിക്കോട് സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. കെ.എം. ഖാദർ മൊയ്തീൻ അധ്യക്ഷനായും പി.കെ. കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറിയായും ഇ.ടി. മുഹമ്മദ് ബഷീർ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും തുടരും. ചരിത്രത്തിൽ ആദ്യമായി ലീഗ് ദേശീയ കമ്മിറ്റിയിൽ വനിതകളെയും ഉൾപ്പെടുത്തി. ശബരിമല ശ്രീകോവിൽ പൂജിച്ച അയ്യപ്പ ചിത്രം പതിപ്പിച്ച സ്വർണ്ണ ലോക്കറ്റിന്റെ വിൽപ്പന 7 ദിവസം പൂർത്തിയാകുമ്പോൾ 184 ഭക്തർ പണമടച്ച് ലോക്കറ്റ് കൈപ്പറ്റി. 2 ഗ്രാം, 4 ഗ്രാം, 8 ഗ്രാം തൂക്കത്തിൽ 56.7 പവന്റെ ലോക്കറ്റുകളാണ് ഇതുവരെ വിതരണം ചെയ്തത്. ഓൺലൈൻ വഴിയോ സന്നിധാനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെത്തിയോ സ്വർണ്ണ ലോക്കറ്റുകൾ ബുക്ക് ചെയ്യാം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംസ്ഥാനതല സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി നാളെ മോക്ക് പാർലമെന്റ് സംഘടിപ്പിക്കും. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ സ്പീക്കർ എ.എൻ. ഷംസീർ രാവിലെ ഉദ്ഘാടനം ചെയ്യും. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചതിൽ സുപ്രീംകോടതിയോട് വ്യക്തത തേടി രാഷ്ട്രപതി ദ്രൌപദി മുർമു. തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർമാർക്ക് സുപ്രീംകോടതി 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ചിരുന്നു. ഭരണഘടനയിൽ പരാമർശിക്കാതെ സമയപരിധി കോടതിക്ക് നിശ്ചയിക്കാൻ സാധിക്കുമോ എന്ന് രാഷ്ട്രപതി ആരാഞ്ഞു. ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ 3ാം കക്ഷി ഇടപെടൽ ആവശ്യമില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ പാക് പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദമെന്ന വിഷയം കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ഇനി പാകിസ്ഥാനുമായി ചർച്ചയെന്നും ശ്രീ എസ് ജയശങ്കർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.